മിനിസ്ക്രീനിലൂടെ മലയാളികൾക്ക് പരിചിതയാണ് ശ്രീകുട്ടി. 18-ാം വയസ്സിൽ 30 വയസ്സുകാരനൊപ്പം ഒളിച്ചോടിയെന്ന വാർത്ത വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ആ പഴയകാലം വിശദീകരിച്ച് പറയുകയാണ് താരം. ഞാനും ഏട്ടനും ഏറ്റവും ആദ്യം കണ്ട വർഷമോ ഡേറ്റോ ഒന്നും ഓർക്കുന്നില്ല. പക്ഷേ ഒരു സീരിയലിൻ്റെ പൈലറ്റ് ഷൂട്ട് സമയത്തായിരുന്നു അത്. അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ സീരിയലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കാലമാണ്. സെറ്റിലെത്തിയപ്പോൾ ക്യാമറാമാൻ വലിയ ഗൗരവക്കാരൻ. ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ചൊന്നും പറയില്ല. മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാത്ത ഒരു മൂഷേട്ട. എപ്പോഴും ദേഷ്യമാണ്. എന്തിനും ബഹളം വച്ചുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയോളം ഷൂട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് ആ സീരിയൽ നടന്നില്ല. പിന്നീട് അക്കരെ അക്കരെ എന്ന സീരിയൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലം വേറൊരു ക്യാമറാമാനായിരുന്നു. ഷൂട്ടൊക്കെ ഹാപ്പിയായി പോകുമ്പോഴാണ് ക്യാമറാമാൻ മാറിയത്. മനോജ് കുമാറാണ് വരുന്നത് എന്ന് കേട്ടപ്പോഴേ ഇയാളും ഞാനും സെറ്റാവില്ല എന്ന് ബീന ചേച്ചി പറഞ്ഞു. അന്ന് ഞങ്ങൾ ഈ ക്യാമറാമാൻ എന്താ ഇങ്ങനെയെന്നൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഓട്ടോഗ്രാഫ് സീരിയൽ തുടങ്ങി. അവിടെയും ആദ്യത്തെ ക്യാമറാമാൻ മാറി. പിന്നീട് വന്നത് ഇദ്ദേഹം തന്നെ. ഇയാൾ മഹാമോശമാണ്. എന്തിനും ഏതിനും വഴക്ക് പറയും. ചിരിക്കുക പോലുമില്ല എന്നൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. അവരും ആ ഇമേജിലാണ് ഏട്ടനെ സ്വീകരിച്ചത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഏട്ടൻ എല്ലാവരോടും പെരുമാറിയത്. ദേഷ്യപ്പെടുമെങ്കിലും എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചമ്മിപ്പോയി. ഷൂട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ദേഷ്യത്തിന് മാത്രം കുറവില്ല. അപ്പോഴാണ് സീരിയലിൻ്റെ സംവിധായകൻ പറഞ്ഞത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ശ്രീകുട്ടി, നമുക്കൊരു പണി കൊടുത്താലോ എന്ന്. അങ്ങനെ ശ്രീകുട്ടിക്ക് മനോജിനോട് എന്തോരിതുണ്ട് എന്ന തരത്തിൽ സെറ്റിനകത്ത് തന്നെ ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഏതോ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്കത് സീരിയസ് ആയിപ്പോയി. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അത് വിശദീകരിക്കാനും എനിക്കറിയില്ല. സംഭവിച്ചു പോയതാണ്. 12 വർഷങ്ങളായി ഞങ്ങൾ വിവാഹം ചെയ്ത് ജീവിച്ചു തുടങ്ങിയിട്ട്. വളരെ സന്തോഷത്തോടെയായിട്ടാണ് പോകുന്നത്. വീട്ടുകാരുമായി ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് ശ്രീകുട്ടി പറയുന്നു.